കഥനരസം കരകവിയും കഥ പറയാം, പക്ഷേ കരളുരുകി കരളുരുകി കരയരുതിന്നാരും. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഓണാവധിക്ക് വേണ്ടി അടച്ചു. ഈ അടക്കുന്ന ദിവസം ഉണ്ടായ രണ്ട് പ്രധാനപ്പെട്ട വിധികൾ രണ്ടും വളരെ ദുഃഖകരമാണ്. അതേക്കുറിച്ചാണ് ഇവിടെ പറയാൻ തുടങ്ങുന്നത്. ഒന്നാമത്തത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അതായത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരന് ഉരുട്ടിക്കൊന്ന കേസിലെ രണ്ട് പ്രതികളല്ല, രണ്ടിലധികം പ്രതികളുണ്ട്. രണ്ടുപേർക്ക് വധശിക്ഷ വിധിച്ചു, ബാക്കിയുള്ളവർക്ക് തടവ് ശിക്ഷയും വിധിച്ചു. എല്ലാ പ്രതികളും കുറ്റവിമുക്തരായിക്കൊണ്ട് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പ്രതികൾക്കെതിരായിട്ടുള്ള ആരോപണം തെളിയിക്കുന്നതിൽ CBI പരാജയപ്പെട്ടു. അന്വേഷണം തന്നെ കടമായിരുന്നു. അതിൻ്റെ വിചാരണ അതിനേക്കാളും വലിയ കഷ്ടമായിരുന്നു. പ്രതികൾ എന്ന് പറയുന്ന പാവങ്ങൾക്കെതിരായിട്ട് യാതൊരു തെളിവുമില്ല എന്ന് കണ്ടെത്തി അവരെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനിടയ്ക്ക് ഒരു പ്രതി മരിച്ചുപോയി. ബാക്കി എല്ലാ പ്രതികളും ഇപ്പോൾ കുറ്റവിമുക്തരായി. അവർക്കൊക്കെ വീട്ടിൽ പോയി സന്തോഷമായിട്ട് ഭാര്യമാരുടെ കുട്ടികളുടെയൊക്കെ കൂടെ ഇരുന്ന് ഓണസദ്യ ഉണ്ടാകും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കഥ. ഇത് ഈ വാർത്ത അറിഞ്ഞ് കൊല ചെയ്യപ്പെട്ട ഉദയകുമാറിൻ്റെ അമ്മ പൊട്ടിക്കരയുന്നതൊക്കെ നമ്മൾ TV കണ്ടു. ഈ രണ്ടാമത് പറയാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ അധികം പത്രങ്ങളിൽ വന്നില്ല. മാതൃഭൂമിയിൽ മാത്രമാണ് ചെറിയൊരു വാർത്ത കേട്ടത്. ടെലിവിഷൻ ചാനലുകളിലൊക്കെ ഈ വാർത്ത ഒന്നിങ്ങനെ മിന്നി മറഞ്ഞു. പത്രങ്ങൾ ഈ വാർത്ത പരിപൂർണമായിട്ട് തമസ്കരിച്ചു. മാതൃഭൂമിയിൽ വന്ന വാർത്ത തന്നെ സാമാന്യം തെറ്റിദ്ധാരണാജനകമായിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അലി മുതലാളി നടത്തിയൊരു പ്രസംഗത്തെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞിരുന്നു. തൃശ്ശൂർ പേരൂരിൽ അദ്ദേഹം തുടങ്ങാൻ ഉദ്ദേശിച്ച മാളിനെതിരെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി പലവിധ തർക്കങ്ങൾ ഉന്നയിച്ചു വന്നു. അതുകൊണ്ട് 10,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭം തുടങ്ങാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനിപ്പോൾ തൃശ്ശൂർ വന്ന് മാൾ തുടങ്ങിയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. തൃശ്ശൂർക്കാരെ നന്നാക്കാൻ വിചാരിച്ചിട്ടാണ് പുള്ളി മാൾ തുടങ്ങാൻ ആലോചിച്ചത്. അപ്പോൾ തൃശ്ശൂർക്കാരായ ചില കുബുദ്ധികൾ തന്നെ ഇതിനെതിരായിട്ട് കേസും കൂട്ടീശ്വരമായിട്ട് പോയി. ആ പാർട്ടിയുടെ പേരാധികം എടുത്തു പറഞ്ഞില്ല, അത് CPI എന്ന് പിന്നീട് നമുക്ക് ബോധ്യമായി. കാരണം CPI മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു വിദ്വാനാണ് അലി മുതലാളി എന്ന് പറഞ്ഞ ഈ മഹാവൃക്ഷത്തെ, മഹാബലിയുടെ പുനരവതാരമായ ഈ ദാനൈക തൽപരനെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി മാത്രം മാൾ തുടങ്ങുന്ന, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംരംഭം ആരംഭിക്കുന്ന, വീട്ടിലെ പൂച്ചയ്ക്ക് മുള്ളു കൊടുക്കാൻ വേണ്ടി മാത്രം മീൻ വാങ്ങുന്ന ഈ മഹാനെ എതിർക്കാൻ ധൈര്യപ്പെട്ടത്. അങ്ങനെയാണ് ഇത് കേസായിട്ട് വന്നത്. അതിലാണ് ഒരു സ്റ്റാറ്റസ് കോ ഓർഡർ വന്നിട്ട് ഇദ്ദേഹത്തിന് അവിടെ കൂടുതൽ മണ്ണിട്ട് നികത്താനോ അല്ലെങ്കിൽ മാളിൻ്റെ പണി തുടങ്ങാനോ പറ്റാതെ പോയി. ഈ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി സിംഗിൾ ജഡ്ജ് ബിജു എബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ജസ്റ്റിസ് ബിജു എബ്രഹാം, ഈ കേസിൽ വിധി കൽപ്പിച്ചു. അപ്പോൾ ഈ ബിജു എബ്രഹാമിൻ്റെ വിധി മാതൃഭൂമി പത്രത്തിൽ മാത്രമാണ് അലി മുതലാളിയോട് അപേക്ഷ വീണ്ടും സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്തത്. മറ്റു പത്രങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി. അവർ വാർത്തയെ കൊടുത്തില്ല. കാരണം മുതലാളിക്കെതിരായിട്ട് വാർത്ത കൊടുത്താൽ പിന്നെ മുതലാളി പത്രത്തിന് പരസ്യം കൊടുക്കുകയില്ല. മുതലാളിയുടെ പരസ്യമില്ലാതെ ഒരു പത്രത്തിന് പ്രസിദ്ധീകരിക്കാനും പറ്റുകയില്ല. പത്രം പൂട്ടിപ്പോവും. മാതൃഭൂമിയുടെ കാര്യം കട്ടപ്പോയി. കാര്യം മുതലാളിക്ക് പോസിറ്റീവായിട്ടാണ് വാർത്ത കൊടുത്തെങ്കിലും ഈ ഒരു വാർത്ത ലോകത്ത് ആരും അറിയരുത് എന്ന് മുതലാളി ആഗ്രഹിച്ച വാർത്തയാണ്. ഇനി അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാം. സംഭവം എന്ന് വെച്ചാൽ ഒരു 4 ഏക്കർ സ്ഥലം, 4 ഏക്കർ തികയില്ല, 3 ഏക്കർ 99 സെൻറ്റ് സ്ഥലം തൃശ്ശൂർ പേരൂർ നഗരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയുള്ള ഹയാത്ത് ഹോട്ടലിൻ്റെയും അദ്ദേഹത്തിൻ്റെ തന്നെ കൺവെൻഷൻ സെൻറ്ററിൻ്റെയും തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ അടുത്താണ് ശോഭ സിറ്റി. അപ്പോൾ ഇതെല്ലാം തന്നെ വയൽ നികത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഈ സ്ഥലത്തിന് പറ്റിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ 2008 നമ്മുടെ KP രാജേന്ദ്രൻ്റെ നെൽവയൽ തണ്ണീർത്തട നിയമം വന്നതിന് ശേഷമാണ് ഇത് പരിവർത്തനം ചെയ്യാനായിട്ട് ആലോചിച്ചു. അതുകൊണ്ട് ഇത് നികത്താനോ വാഴ വയ്ക്കാനോ പറ്റിയില്ല. അങ്ങനെ കിടക്കുന്നൊരു സ്ഥലം. ഇത് അലി മുതലാളി വാങ്ങിക്കുന്നതിന് മുമ്പ് വേറെ ഒരു മുതലാളിയാണ് വാങ്ങിച്ചത്. ആ വാങ്ങിച്ച മുതലാളി ഇത് തരം മാറ്റി കിട്ടാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തപ്പോൾ ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത് എത്ര കൊല്ലമായിട്ട് വയലാണ്, എത്ര കാലമായിട്ട് നികത്തി എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണ ഇപ്പോൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സർക്കാരിൻ്റെ ഒരു സംവിധാനമുണ്ട്, കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിങ് ആൻഡ് എൻവയോൺമെൻറ്റ് സെൻറ്റർ എന്ന് പറയും, തിരുവനന്തപുരത്ത്. അവിടേക്ക് അയച്ചു കൊടുത്തു. അവർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം അത് അന്നേ ദിവസം പോലും വയലാണ്. തലേക്കൊല്ലം പോലും അവിടെ കൃഷി നടന്നതായിട്ട് ഈ റിമോട്ട് സെൻസിങ്ങിൽ കണ്ടെത്തി. അതിന് റിമോട്ട് സെൻസിങ് ഒന്നും വേണ്ട, അവിടെ വെറുതെ പോയി നോക്കിയാൽ കണ്ണുകൊണ്ട് നോക്കിയാലും മനസ്സിലാവും അന്നേ ദിവസം അത് വയലാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മുൻഗാമികളുടെ ഈ അപേക്ഷ തള്ളിക്കളഞ്ഞു.
തള്ളിയതിനെതിരായിട്ട് അവർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അപ്പീൽ കൊടുത്തു. അപ്പീലും തള്ളിക്കളഞ്ഞു. ഇത്രയപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. നമ്മൾ വിചാരിച്ച് നികത്തി 10 കാശുണ്ടാക്കാൻ പറ്റിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ ഉടമസ്ഥന്മാർ അല്ലെങ്കിൽ കൈവശക്കാർ അത് അലി മുതലാളിക്ക് കൊടുത്തു. അലി മുതലാളിക്ക് ഇതൊക്കെ നിസ്സാരമാണ്. പുള്ളി പാലക്കാട്ട് മാളുണ്ടാക്കിയതും എടപ്പള്ളിയിൽ മാളുണ്ടാക്കിയതും തിരുവനന്തപുരത്ത് മാളുണ്ടാക്കിയതും ഒക്കെ ഇതേ നിയമത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ്. ഈ നിയമമല്ല ഇതിൻ്റെ മൂത്താപ്പ നിയമമായിട്ട് വന്നാലും പുള്ളിക്ക് പ്രശ്നമില്ല. അങ്ങനെ അലി മുതലാളി വേറൊരു അപേക്ഷയുമായിട്ട് വന്നു. അത് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അത് പരിഗണിച്ച് വേണ്ട രീതിയിൽ തീരുമാനമെടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട തൃശ്ശൂരെ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അഥവാ RDOയെ ഏൽപ്പിച്ചു. RDO അദ്ദേഹത്തിന് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. ഇത് മുതലാളിയുടെ അപേക്ഷയാണ്. പഴയ അപേക്ഷകൻ്റെ അപേക്ഷ തള്ളിയ പോലെ ഈ അപേക്ഷ തള്ളാൻ പറ്റുകയില്ല. കാരണം അത് തള്ളിക്കഴിഞ്ഞാൽ വിവരം അറിയും അടുത്ത മാസം നമ്മൾ ശമ്പളം മേടിക്കുന്നത് കാസർഗോഡ് നിന്നായിരിക്കും, അല്ലെങ്കിൽ മിക്കവാറും സസ്പെൻഷൻ കിട്ടാൻ വരെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി. മാത്രമല്ല മുതലാളിക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വല്ലതും തടയുകയിച്ച് ഈ വരാഹൻ കയ്യിലുണ്ടെങ്കിൽ എന്നൊരു തത്വമുണ്ട്. ആ തത്വം അനുസരിച്ച് വരാഹൻ വല്ലതും വരികടിക്ക് വന്നോട്ടെ എന്ന് കരുതി RDO മധുരമനോഹരമായ ഒരു ഉത്തരവ് എഴുതി കൊടുത്തു. ഉത്തരവിന് ഉപോത്ബലകമായിട്ട് ഇതേ റിമോട്ട് സെൻസിങ്ങിൽ എടുത്ത ചിത്രങ്ങളും അദ്ദേഹം പരിഗണിച്ചു. അത് നോക്കിയപ്പോൾ അവിടെ പാടവുമില്ല, ഒന്നുമില്ല. അത് വലിയ ഒരു വനപ്രദേശമായിട്ടാണ് RDOയ്ക്ക് തോന്നിയത്. റിമോട്ട് സെൻസിങ് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നോക്കിയപ്പോൾ അത് പണ്ടേക്കും പണ്ടേ നിരത്തിയതും വാഴ വെച്ചതും തെങ്ങ് വെച്ചതും പിന്നെ ഘോര കാന്താരവുമായിട്ടാണ് തോന്നിയത്. അങ്ങനെ RDO ആദ്യം മധുരമനോഹരമായ ഒരു ഉത്തരവ് എഴുതി കൊടുത്തു. മുതലാളി അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രക്ക് കണക്കിന് അല്ലെങ്കിൽ ലോഡ് കണക്കിന് മണ്ണ് കൊണ്ടുവന്ന് അടിക്കാൻ തുടങ്ങി. മണ്ണ് കൊണ്ടുവന്ന് അടിക്കുന്ന വിവരം പറഞ്ഞപ്പോഴാണ് കളക്ടർ ഞെട്ടിപ്പോയി. കാരണം ഇത് കളക്ടറുടെ മൂക്കിൻ്റെ താഴെയാണ് ഈ സംഭവം. തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലാണ്. കളക്ടർ ഉടനെ തന്നെ ഒരു സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്തു. കാരണം അന്നേ ദിവസവും ഇത് വയലാണ്. മാത്രവുമല്ല ഒരു അന്നത്തെ സബ് കളക്ടറെ അങ്ങോട്ടേക്ക് അയച്ചു. ഇത് പോയി കണ്ട് പഠിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കാനായിട്ട്. സബ് കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരവും വയലാണ്. സബ് കളക്ടറുടെ കൂടെ പോയ അഗ്രികൾച്ചർ ഓഫീസർ അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു ഇത് വയൽ തന്നെയാണ്. അദ്ദേഹം ചിത്രങ്ങളും എടുത്തു. ഈ ചിത്രങ്ങളിൽ തലേ വർഷം നെല്ല് കൊയ്തതിൻ്റെ കുറ്റി, വൈക്കോലിൻ്റെ കുറ്റി വരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കൊയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല പഴയ മുതലാളി പൈസൻ്റെ പഴയ ഉടമസ്ഥൻ ഈ കൃഷിക്കുള്ള ഗ്രാൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നെല്ല് കൃഷി ചെയ്യുന്നവർക്ക് സർക്കാരിൽ ചില ധനസഹായമുണ്ട്. ആ ധനസഹായം മേടിച്ചതിൻ്റെ രേഖ പോലും ഈ കൃഷി ഓഫീസറുടെ ഫയലിലുണ്ട്. അപ്പോൾ കെങ്കമായില്ലേ. തലേ കൃഷിയിൽ വരെ അവിടെ കൃഷി നടന്നുണ്ട്. അതിന് ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ സർക്കാരിൽ നിന്നുള്ള ധനസഹായവും കൈപ്പറ്റിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ RDO നോക്കിയപ്പോൾ ഇതിൽ യാതൊരു കുഴപ്പമില്ല. ആ ഉപഗ്രഹ ചിത്രങ്ങൾ നോക്കിയപ്പോഴും ഒരു കുഴപ്പമില്ല. മാത്രമല്ല ഇങ്ങനൊരു റിപ്പോർട്ട്, ഇങ്ങനൊരു ഉത്തരവ് കൊടുക്കണമെങ്കിൽ ഈ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് കൂടി പരിഗണിക്കണമെന്നാണ് ഈ നെൽവയൽ തണ്ണിർത്തട നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ കാശ് കിട്ടിയതിൻ്റെ പുറത്ത് ആക്രാന്തത്തോടുകൂടി റിപ്പോർട്ട് എഴുതുമ്പോൾ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് മേടിക്കാൻ നമ്മുടെ RDO മറന്നുപോയി. അങ്ങനെ മഹാനായ RDO ആ ഒരു ഉത്തരവ് എഴുതി കൊടുത്തു. അതിൻ്റെ പുറത്ത് ബഹുമാനപ്പെട്ട കളക്ടർ സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്തപ്പോൾ ഈ സ്റ്റോപ്പ് മെമ്മോയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു നോട്ടീസ് തരാനായിട്ട് ആ കളക്ടർക്ക് ഒരു അധികാരമില്ല എന്ന് പറഞ്ഞ് മുതലാളിക്ക് വേണ്ടിയിട്ട് മുതലാളിയുടെ മാനേജർ ഹൈക്കോടതിയെ സമീപിച്ചു. ആ മഹാനും പണ്ഡിതനും ചിന്തകനും ധാർമ്മിക താല്പര്യനുമായിട്ടുള്ള മുതലാളി ഇങ്ങനെ ചെറിയ ഒരു മാള് തുടങ്ങാനായിട്ട് കുറച്ച് സ്ഥലം കാലാകാലങ്ങളായിട്ട് നികന്ന് കിടക്കുന്ന 40 കൊല്ലമായിട്ട് കൃഷി നടക്കാത്ത ഒരു സ്ഥലത്ത് ഒരു ചെറിയ മാള് പണിയാൻ ചോദിച്ചപ്പോൾ ഈ സർക്കാർ വിവരദോഷിയായ കളക്ടർ ഇങ്ങനെ ഒരു ഓർഡർ ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നു. അതിനു മുമ്പ് വേറെ സംഭവം കൂടി ഉണ്ടായി. ഈ ഹരിത S. കുമാർ എന്ന് പറഞ്ഞ കളക്ടർ ഈ സ്റ്റോപ്പ് മെമ്മോ ഇറങ്ങിയതിൻ്റെ 2ാമത്തെ ആഴ്ച അവരെ അവിടെ നിന്ന് പറപ്പിച്ചു. അവരെ തൃശ്ശൂരിൽ നിന്ന് ഏതോ ഉസ്ബെക്കിസ്ഥാനിലേക്കോ കസാക്കിസ്ഥാനിലേക്കോ ഏതോ സ്ഥലത്തേക്ക് നാട് കടത്തി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കാരണം പിണറായി മഹാരാജാവിൻ്റെ ഏറ്റവും അടുത്ത ആളാണല്ലോ അലി മുതലാളി. മുതലാളിക്ക് മനോവിഷമുണ്ടാക്കുന്ന ഒരു സംഭവം മഹാരാജാവ് അനുവദിക്കുകയില്ല. അങ്ങനെ ഹരിത V. കുമാറിനെ നാട് കടത്തി. പക്ഷേ കടലാസ് അവിടെ കിടക്കുകയുള്ളൂ. പോണേക്ക് മുമ്പ് ഈ സ്ത്രീ വേറൊരു പണി കൂടി ചെയ്തു. അതെന്താ വെച്ചാൽ ഈ മുതലാളി കൊടുത്ത കേസിൽ മധുരമനോഹരമായൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇത് വയലാണ്, ഇത് ഒരു കാരണവശാലും നികത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതും കൂടി കൂട്ടിയിട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. അന്ന് നമ്മുടെ ജസ്റ്റിസ് അനു ശിവരാമൻ്റെ ബെഞ്ചിലാണ് വന്നത്. അനു ശിവരാമനിൽ സ്റ്റാറ്റസ് ഓർഡർ ചെയ്തു. തൽസ്ഥിതി തുടരാൻ ഉത്തരവായി. അപ്പോഴത്തേക്കും
തൃശ്ശൂരെ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നൻ എന്ന് പറഞ്ഞ CPI-കാരൻ ഈ വിവരം അറിഞ്ഞ് ഓടിപ്പടഞ്ഞ് വന്ന് ഈ കേസിൽ കക്ഷി ചേർന്നു. പുള്ളി ഈ രേഖകൾ മുഴുവൻ ഹാജരാക്കി. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഈ ഒരിക്കൽ RDO കൊടുത്ത ഉത്തരവ് അവിടെ കിടക്കുകയുള്ളൂ. അത് അസ്ഥിരപ്പെടുത്താത്തിടത്തോളം കാലം മൂന്നൻ എന്ത് രേഖ ഹാജരാക്കിയാലും ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റുകയില്ല. അതേ തുടർന്ന് 2023 ആണ്ടിൽ മൂന്നൻ പുതിയ ഒരു റിട്ട് ഹർജി കൊടുത്തു. ആ റിട്ട് ഹർജിയിലാണ് ഇപ്പോൾ ഈ കോലാഹലം മുഴുവൻ നടന്നിട്ടുള്ളത്. ഇതിൽ മുതലാളിയുടെ വക്കീൽ ചില്ലറക്കാരനല്ല, ആനയെ മയക്കുന്ന അരിങ്ങോടനാണ്. മൂന്നിൻ്റെ വക്കീൽ മോശക്കാരനല്ല, ആ പുത്തൂരം വീട്ടിൽ ആരോമ ചേകവരാണ്. അങ്ങനെ ഈ രണ്ട് ചേകവന്മാർ രണ്ട് ഭാഗത്ത് നിൽക്കുന്നു. മൂന്നൻ ഈ പറഞ്ഞ സകല രേഖകളും ഹാജരാക്കി എന്ന് മാത്രമല്ല, ഈ RDOയുടെ ഉത്തരവ് അസ്ഥിരപ്പെടുത്തണം. ഇത് നിയമവിരുദ്ധമാണ്. 2 സെറ്റ് ഉപഗ്രഹ ചിത്രങ്ങളും ഹാജരാക്കി. പഴയ മുതലാളി ഹാജരാക്കിയ ഉപഗ്രഹ ചിത്രങ്ങളും പുതിയ മുതലാളിയുടെ ഉപഗ്രഹ ചിത്രങ്ങളും ഹാജരാക്കി. ഈ ലഗ്നാലും ചന്ദ്രാലും എങ്ങനെ നോക്കിയാലും ഈ ഉപഗ്രഹ ചിത്രങ്ങൾക്ക് മാറ്റം വരാൻ പാടില്ല. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന ഉപഗ്രഹ ചിത്രങ്ങൾ എൻറ്റയർലി ഡിഫറൻ്റാണ്. പഴയ മുതലാളി കിട്ടിയ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം എന്താണ്, അത് വയലാണ്. പുതിയ മുതലാളിക്ക് കിട്ടിയ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം അത് ഈ നമ്മുടെ വാഴകുന്ന നമ്പൂരിയൊക്കെ നടന്ന പോലത്തെ ഒരു വലിയ ചെപ്പടി വിദ്യയാണ്. അത് വയലല്ല മഹാകാന്താരമാണ്. ഇത് രണ്ടും കൂടി കണ്ടപ്പോൾ ഹൈക്കോടതി ജഡ്ജിക്ക് കാര്യം മനസ്സിലായി. ജസ്റ്റിസ് ബിജു എബ്രഹാം അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, ഇത് ശുദ്ധ ഉടായിപ്പാണ്. അങ്ങനെ മുതലാളിക്ക് അനുകൂലമായിട്ടുള്ള RDOയുടെ ഉത്തരവ് അസ്ഥിരപ്പെടുത്തി. മുതലാളി അങ്ങനെ അത്ര എളുപ്പത്തിൽ ഇവിടെ മാള് പണിയണ്ട എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇങ്ങനെ റിമോട്ട് സെൻസിങ് ഇങ്ങനെ നടത്തിയതിൻ്റെ പുറകിൽ എന്നുള്ള ചേതോവികാരം എന്താണ് എന്ന് അന്വേഷിക്കണം എന്നും പറഞ്ഞു. അദ്ദേഹം കൊണ്ട് അത് അവിടെ നിർത്തി. എന്നിട്ട് ഈ കൃഷി ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ റിമോട്ട് സെൻസിങ് അതോറിറ്റി കൃത്യമായിട്ട് പരിശോധിച്ച് കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മുതലാളിയുടെ അപേക്ഷ പരിഗണിക്കണം എന്ന് പറഞ്ഞ് കേസ് ഡിസ്പോസ് ചെയ്തു. ഇത്ര കാര്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത്രമേ കാര്യമേ ഉണ്ടായുള്ളൂ എങ്കിലും ഇതിൻ്റെ പുറകിൽ ഈ ഉപഗ്രഹ ചിത്രങ്ങളെങ്ങനെ മാറി, അല്ലെങ്കിൽ ആദ്യം തള്ളിയ RDO എങ്ങനെ പുതിയ മുതലാളി വന്നപ്പോൾ പുതിയ ഉത്തരവ് കൊടുത്തു. അതുമാത്രമല്ല, കൃഷി ഓഫീസറെ നോക്കിയപ്പോൾ വൈക്കോലിൻ്റെ കുറ്റികൾ എങ്ങനെ കണ്ടെത്തി എന്നുള്ള ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തിട്ട്. ഇപ്പോൾ ഞാനോ നിങ്ങളോ ഒരു 5 സെൻറ്റ് സ്ഥലം നേടാൻ വേണ്ടി RDOയുടെ അടുത്ത് അല്ലെങ്കിൽ കളക്ടറുടെ അടുത്ത് അപേക്ഷയായിട്ട് ചെന്നാൽ ആദ്യത്തെ മുതലാളിക്ക് കിട്ടിയേക്കാളും കൈപ്പേറിയ അനുഭവമായിരിക്കും നമുക്കുണ്ടാവുക. അപ്പോൾ റിമോട്ട് സെൻസിങ് ആയി, ഉപഗ്രഹ ചിത്രങ്ങളായി. 1947 മുമ്പ് ഇവിടെ വയലായിരുന്നു, അതോ തെങ്ങും തൈ ഉണ്ടായിരുന്നു എന്ന കാര്യം തെളിയിക്കാൻ നമ്മുടെ അടുത്ത് RDO ആവശ്യപ്പെടും, അല്ലെങ്കിൽ സബ് കളക്ടർ ആവശ്യപ്പെടും, അല്ലെങ്കിൽ കളക്ടർ ആവശ്യപ്പെടും. ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ മഹത്തായ ഒരു കമ്മിറ്റിയുണ്ട്. പിന്നെ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുണ്ട്. ഇവരെല്ലാം കൂടി നമ്മുടെ ജീവിതം കോഞ്ഞാട്ടേക്കും. മുതലാളിയെപ്പോലുള്ള ആളുകൾ ചെല്ലുമ്പോൾ ഇവർ എഴുന്നേറ്റേക്കും. കാരണം അണ്ടിപ്പരിപ്പും ആ മുന്തിരിപ്പഴമൊക്കെ അവർക്കും ഇഷ്ടമാണ്. ഡെൻമാർക്കിലുണ്ടാക്കുന്ന ആ ബിസ്ക്കറ്റും ബെൽജിയത്തിൽ നിന്ന് വരുന്ന ചോക്ലേറ്റും ഒക്കെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ താല്പര്യമാണ്. മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ മെമ്പർമാർക്കും വലിയ ഇഷ്ടമാണ്. ഇതിൽ പറ്റിയെന്ന് വെച്ചാൽ ഈ മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു ഭയങ്കരൻ്റെ അകത്തു നിന്ന് ചാടിയതാണ്. അയാൾ CPI-കാരനാണെങ്കിലും CPM-കാരെക്കാളും ശക്തനാണ്. അതുകൊണ്ടാണ് ഈ പുലിവാല് മുഴുവൻ ഉണ്ടായത്. കാര്യം കേസ് നടക്കുന്ന സമയത്ത് മൂന്നിൻ്റെ പേര് വലിയ പ്രഷറായിരുന്നു. മുതലാളിയുടെ ദൂതന്മാർ KP രാജേന്ദ്രനെ പോയി കാണും, കാനം രാജേന്ദ്രനെ പോയി കാണുന്നു, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി വത്സരാജനെ പോയി കാണുന്നു, മന്ത്രി രാജനെ പോയി കാണുന്നു, മുൻ മന്ത്രി സുനിൽ കുമാറിനെ കാണുന്നു. എല്ലാവരോടും പറയുന്നു, ഇത് ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള ഒരു സംരംഭമാണ്, ഞങ്ങൾ മീൻ വാങ്ങിക്കുന്നത് പൂച്ചയ്ക്ക് മുള്ളു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ആർക്കും ഈ പറഞ്ഞ മൂന്നിനോട് ഇത് തൊഴിൽ കൊടുക്കാനുള്ള സംരംഭമാണ്, ഹർജിയിൽ നിന്ന് നീ പിന്മാറണം എന്ന് പറയാൻ ധൈര്യം മതില്ല. കാരണം മൂന്നിന് അത്ര ഭയങ്കരമാണ്. അതുപോലെ എന്തിന് ഈ മുതലാളിയുടെ ദൂതന്മാർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൂന്നിൻ്റെ വക്കീലിൻ്റെ വീട്ടിൽ വരെ ചെന്നു. വക്കീൽ അവരുടെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അതുകൊണ്ട് ആ പരിപാടിയും പൊളിഞ്ഞു. ഇങ്ങനെ പലവിധ അഭ്യാസങ്ങളും പയറ്റിയിട്ടും ഈ കൃഷി ഓഫീസറാവട്ടെ, സബ് കളക്ടറാകട്ടെ, സാക്ഷാൽ കളക്ടറാകട്ടെ, മൂന്നിനാകട്ടെ, മൂന്നിൻ്റെ വക്കീലാകട്ടെ ഇളകിയില്ല. അതുകൊണ്ടാണ് മുതലാളിക്ക് ഇന്നിങ്ങനെ ഒരു ദുസ്ഥിതി ഉണ്ടായത്. ഇപ്പോൾ പാലക്കാട്ടും എടപ്പള്ളിയിലും തിരുവനന്തപുരത്തൊക്കെ എങ്ങനെ മാളുണ്ടായെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ നാട്ടിലുണ്ട് എന്ന കാര്യം മുതലാളി അബുദാബിയിൽ ഇരുന്നെങ്കിൽ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. ഇവരൊക്കെ നമുക്ക് കുലമഖിലവും അറുതി വന്നിതു എന്ന് പറഞ്ഞ രീതിയിൽ ആക്കിയെടുക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ രാജ്യം ഈ കേരളത്തെ നമുക്ക് പുരോഗമിപ്പിക്കാൻ പറ്റൂ.
ഇതുകൊണ്ട് മുതലാളി തോറ്റു നിങ്ങൾ വിചാരിക്കണ്ട. അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച പിണറായി വിജയൻ ഈ നെൽവയൽ തണ്ണീർത്തട നിയമം തന്നെ അസ്ഥിരപ്പെടുത്തും, അത് റദ്ദാക്കും. മാത്രവുമല്ല, ഈ മൂന്നിനെതിരായിട്ട് മുതലാളി ഡൽഹി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കും. എന്നിട്ട് മൂന്നിനെ പൂട്ടിക്കും. മിക്കവാറും അഡ്വക്കേറ്റ് ജയശങ്കറിനെ പൂട്ടിക്കും. ഇത് പറയുന്നതുകൊണ്ട് പിന്നെ ABC ചാനലും പുള്ളി പൂട്ടിക്കും. കേസ് ഡൽഹിയിലായിരിക്കോ, മേഘാലയയിലായിരിക്കോ, മിസോറാമിലായിരിക്കോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് കാണാം. അങ്ങനെ മുതലാളി ആരും ഒതുക്കാന്ന് വിചാരിക്കണ്ട. ഒരു രാത്രി കൊണ്ട് ഉറക്കം കൊണ്ട് നേരം വെളുക്കില്ല. ആ കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.